സന്ദീപ് രാജാക്കാട് എല്ലാ വഴികളിലും കൃത്യമായി യാത്ര ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത റിപ്പോർട്ടും ഇടുക്കിയിൽ നിന്നാണ്. പുതിയതായി നിർമ്മിച്ച ഒരു റോഡ് ഈ മഴക്കാലത്ത് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയാണ്. സർക്കാർ ഖജനാവിലെ പണം അത് തോന്നുംപടി വിനിയോഗിക്കുക, വികസനം എന്ന പേരിൽ നടത്തുന്ന പദ്ധതികൾ നാട്ടുകാർക്ക് പാരയാകുന്നു. എന്ത് കഷ്ടമാണല്ലേ! എന്തായാലും നാട്ടുകാർക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്നതുകൂടി കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ റോഡ് കണ്ടു, ഇനി നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം. സന്ദീപ് രാജാക്കാടിലേക്ക്. സുജയ, ഞാനിപ്പോൾ ഉള്ളത് ഈ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. 1 കിലോമീറ്ററിന് 1 കോടി രൂപ മുടക്കി പണിതിരിക്കുന്ന ഒരു റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. എഴുകുംവയൽ പത്തുവളവ് തൂവൽ റോഡ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ 5 കിലോമീറ്റർ റോഡാണ്. ഈ റോഡ് ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ 1 മാസമെങ്കിലും നിൽക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ഒറ്റ ദിവസത്തെ മഴയിൽ പോയിരിക്കുന്നതാണ്. ഇപ്പം ഏതാണ്ട് ഒരു 2 അടി ഭാഗം അകത്തേക്ക് തള്ളിയിട്ട് ഈ റോഡ് തകർന്നു വീഴാവുന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രസകരമായ മറ്റൊരു കാഴ്ച കൂടിയുണ്ട് ഇവിടെ. ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് നടത്താതെ ഈ സൂചനയ്ക്ക് വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് പോകരുത് എന്ന് കൊടുക്കുന്ന ഒരു അപകട സൂചന സംവിധാനമാണിത്. ഇതെല്ലാം ഇന്നലത്തെ ഒറ്റ ദിവസത്തെ മഴയിൽ ഒലിച്ചു വന്ന് കിടക്കുന്നതാണ് ഈ കാണുന്നത്. കാരണം ഒരു അരയടി പോലും താഴ്ത്തി കോൺക്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വെള്ളം പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ബാക്കിയുള്ള ഈ ചെളിയും മണ്ണും എല്ലാം കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്താ ചേട്ടാ ഇവിടുത്തെ പ്രശ്നം? ഇത് നിലവിൽ 1 മാസം ആയതേ ഉള്ളൂ പണി തീർന്നിട്ട്. ഇതും ഞങ്ങൾ ആ പണി നടക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കലുങ്കും കൂടി ഉണ്ടായിരുന്നു. അത് എടുത്ത് കളയല്ലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവരത് കേൾക്കാതെ ആ കലുങ്കും കൂടി എടുത്തു കളഞ്ഞുകൊണ്ടാണ് ഇത്രയും ദുരിതം ഉണ്ടായത്. ഇന്നലെ ചേട്ടൻ്റെ വീട്ടിൽ വെള്ളം കയറി അല്ലേ? എൻ്റെ വീട്ടിൽ അതാ തോമസിയുടെ വളവിൻ്റെ അവിടുന്ന് വെള്ളം മറിഞ്ഞിട്ട് എൻ്റെ പറമ്പിലേക്കാണ് വന്നത്. പറമ്പിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഏലവും കൊടി കപ്പ അതുപോലെ അതും കഴിഞ്ഞിട്ട് ആ വെള്ളം വന്ന മുഴുവൻ എൻ്റെ വിറകുപുര അടുക്കളയുടെ സൈഡ് അവിടെ മുഴുവൻ ഇപ്പോൾ ഒരു 2 അടി കലത്തിന് മണൽ വെക്കലുമായിട്ട് വന്ന് തിങ്ങി നിൽക്കുക. അപ്പം മഴ ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ, ഒരു മഴ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കാലങ്ങൾ കാത്തിരുന്നിട്ടാണ് ഇവർക്കൊരു റോഡ് കിട്ടുന്നത്. ആ റോഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവസ്ഥ ഇതാണ്. ഈ കലുങ്കുകൾ നിർമ്മിക്കാത്തൊരു പ്രശ്നമുണ്ടല്ലോ ഏട്ടാ? ഉണ്ട്. കരിങ്കൽ നിർമ്മിക്കാത്തതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രശ്നം പറയാനുള്ളത്. അതായത് 2-3 കരിങ്കുകൾ വരെ ഉള്ളതാണ്. അത് ഒന്ന് ബമ്പായിട്ട് വിടുകയും ബാക്കിയുള്ള ഒരു കലുങ്ക് ഒഴിവാക്കുകയും ഒരു കലുങ്ക് ഏറ്റവും താഴെ പണിയുകയും ചെയ്തു. അപ്പോൾ മേളിലുള്ള വെള്ളം മുഴുവൻ പറമ്പ് വഴി കുത്തി ഒഴിച്ച് വരികയും കൃഷിസ്ഥലത്തിനും വീടിനും, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു 60 അടിയോളം റോഡിന് താഴെ ആയിരിക്കും. റോഡിൽ നിന്നുള്ള വെള്ളം ഭയങ്കര ഭീഷണിയാണ്. റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി ഇപ്പോൾ ഇല്ല. ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് അതും എടുത്തു മാറ്റി. ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും പരിസ്ഥിതി ലോല പ്രദേശമാണ്. കുത്തനെയുള്ള നല്ല കയറ്റിറക്കങ്ങളുള്ള റോഡിൽ എങ്ങനെ റോഡ് പണിയണമെന്ന് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ല. പൊതുമരാമത്ത് കാണിച്ചിരിക്കുന്ന തികഞ്ഞ അനാസ്ഥയാണ്. 5 കോടി രൂപ മുടക്കി ഈ റോഡ് പണിയുമ്പോൾ കോൺക്രീറ്റ് ഓടകളും കലുങ്കുകളും കൂടിയേ തീരുമെന്നുള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കേസേ ഉള്ളൂ. എന്തായിരുന്നാലും സുജയ, ഈ ഒരു കാര്യം ഇപ്പം മഴക്കാലം ആരംഭിക്കാൻ പോകുകയാണെന്നുള്ള ഒരു അറിയിപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ മലയോര മേഖലയിൽ നിന്ന് എത്തുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പം നിലവിൽ ഈ നിൽക്കുന്ന ഓടയിലൂടെ വീണ്ടും വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ റോഡ് പൂർണ്ണമായി ഒലിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഈ മുടക്കിയ 1 കിലോമീറ്ററിന് 5 കോടി രൂപ എന്നുള്ളത് അത് 1 രൂപ പോലും ഉപകാരപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ആളുകൾക്ക് ഈ റോഡ് ഇല്ലാതെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. ഈ വരുന്ന മഴക്കാലത്ത് ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. എന്തായിരുന്നാലും അടിയന്തരമായി ഈ സൈഡൊക്കെ വാളൊക്കെ കെട്ടി ഇവിടെ ഓട നിർമ്മിച്ച് ഈ റോഡ് സംരക്ഷിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ കൃഷിയിടവും റോഡും ഇല്ലാതെയാകും. കോടിക്കണക്കിന് രൂപ വെള്ളത്തിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായിരുന്നാലും ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ഇതിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് സുജയ നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. ഓക്കെ സന്ദീപ് രാജാക്കാട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കൃത്യമായ സംവിധാനങ്ങൾ, മഴ പെയ്യാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഇത്തവണ നേരത്തെ മഴ എത്തുമെന്നുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്നുണ്ട്. പലയിടങ്ങളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകണം.